ബാർക്കുമോർ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും ഇന്നും എന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ. ആമീൻ. ക്രിസ്തുവേശുവിൽ എൻ്റെ സഹോദരനായിരിക്കുന്ന പ്രിയ ഷൈജോച്ചൻ, ഈ പ്രാർത്ഥനയ്ക്ക് കയറിയിട്ടുള്ള പ്രിയ സഹോദരങ്ങളെ എല്ലാവരും ദൈവത്തിന്റെ അളവറ്റ കരുണയാൽ ക്ഷേമമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തില് പ്രയാസങ്ങളും ഭാരങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ അതിലൊന്നും തളർന്നു പോകാൻ ഇടവരാതെ ദൈവം നമ്മളെ ശക്തിപ്പെടുത്തുന്നു. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നമ്മുടെ ഈ ഒരു താൽക്കാലിക ജീവിതത്തിൽ നമ്മൾ ഈ ചുരുങ്ങിയ കാലം നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നമ്മളെ കൊണ്ടുള്ള പദ്ധതിയും ഉദ്ദേശവും ഒക്കെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വളരെ പ്ലസന്റായി എപ്പോഴും ദൈവത്തെ സ്തുതിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന പോലെ ഇടവിടാതെ കർത്താവിനെ മഹത്വപ്പെടുത്തി ദൈവം നൽകുന്ന നന്മകൾക്ക് നന്ദി പറഞ്ഞ് നമ്മുടെ പാപജീവിതത്തിൽ നിന്നൊക്കെ വിട്ട് കർത്താവിനോട് എപ്പോഴും ചേർന്നിരിക്കുവാനും പരിശുദ്ധാത്മാവിന്റെ കൃപ സ്വീകരിച്ച് മുൻപോട്ട് പോകാനും ഒക്കെ ദൈവം നമ്മളെ എല്ലാം സഹായിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനെ ഒരു ഓൺലൈൻ മീറ്റിങ്ങുകളൊക്കെ സത്യത്തില് ഒത്തിരി ഉപകാരപ്രദമാണ്. ഞാൻ കാര്യത്തിൽ ബഹുമാനപ്പെട്ട അച്ഛനെയും ഇതിന്റെ ഭാരവാഹികളെ എല്ലാവരെയും നന്ദിയോടെ സ്നേഹത്തോടെ അഭിനന്ദിക്കുന്നു. കാരണം കുറച്ചു സമയമെങ്കിലും നമ്മുടെ ജോലി തിരക്കുകളൊക്കെ വിട്ടിട്ട് നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്ന് ദൈവവചനം കേൾക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടല്ലോ. ദൈവത്തെ സ്തുതിക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരു വചനം എഫെസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 13-14 തിരുവചനമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ അതിങ്ങനെയാണ് പറയുന്നത്: നിങ്ങളുടെ ജീവന്റെ സുവിശേഷത്തെ തന്മൂലം കേൾക്കുകയും അവനിൽ നിങ്ങൾ വിശ്വസിക്കുകയും വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ മുദ്ര കുത്തപ്പെടുകയും ചെയ്തു. ആ പരിശുദ്ധാത്മാവ് ജീവൻ പ്രാപിക്കുന്നവരുടെ രക്ഷയ്ക്കും തന്റെ ബഹുമാനത്തിന്റെ മഹിമയ്ക്കുമായി നമ്മുടെ അവകാശത്തിന്റെ അച്ചാരം ആകുന്നു. നമ്മുടെ അവകാശത്തിന്റെ അച്ചാരവും ആകുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരവും ആകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ബാറക്കുമോർ. സ്നേഹനിധിയായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ വലിയ കരുണയ്ക്കും കൃപയ്ക്കും നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങൾക്കെല്ലാം തന്ന ജീവിത സാഹചര്യത്തിനായി, കർത്താവെ, ജോലിക്കായി, കുടുംബത്തിനായി, കുഞ്ഞുങ്ങൾക്കായി എല്ലാം ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾക്ക് തന്ന ആരോഗ്യത്തിനായി, അനാരോഗ്യത്തിനായി, ഞങ്ങളുടെ കഷ്ടതകൾക്കായി, ഞങ്ങളുടെ സമൃദ്ധിക്കായി എല്ലാത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവമേ, ഈ താൽക്കാലിക ജീവിതത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ അങ്ങയുടെ തിരുഹിതത്തിനൊത്തവണ്ണം കർത്താവെ ജീവിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണം. അങ്ങയുടെ കൃപയ്ക്കൊത്തവണ്ണം ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവെ, ഞങ്ങളുടെ ചിന്തകളെ ഏകാഗ്രമാക്കണമേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നിർമ്മലമാക്കണമേ, ഞങ്ങളുടെ ശരീരത്തെ വിശുദ്ധമാക്കണമേ. പരിശുദ്ധാത്മാവാം ദൈവമേ, ത്രിയേക ദൈവമേ, ഞങ്ങളിൽ വന്നു വസിച്ച് ദൈവത്തിന്റെ കരുണയാൽ ഞങ്ങളെ എല്ലാം പൊതിയണമേ. കർത്താവെ, ഞങ്ങളിലൂടെ അനേകർ അങ്ങയുടെ സ്നേഹം അനുഭവിപ്പാൻ, പരിശുദ്ധ സഭയിൽ കൂദാശകളിലൂടെ വിശുദ്ധീകരിക്കപ്പെടുവാൻ, വിശുദ്ധ കുർബാനയെ ആഴത്തിൽ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപയും ബോധ്യങ്ങളും നൽകണമേ. വചനത്തിലൂടെ ഈ സന്ധ്യയിൽ നീ ഞങ്ങളോട് ഇടപെടണമേ. ആയത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ. ആമേൻ. അപ്പോസ്തലനായ പൗലോസ് എഫെസ്യർക്ക് ലേഖനം കൊടുത്തപ്പോൾ പറഞ്ഞൊരു ഭാഗം ഇങ്ങനെയാണ്: നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമാണ് പരിശുദ്ധാത്മാവ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പലപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിന്റെ ഇടപെടൽ എല്ലാ കാലത്തും എപ്പോഴും മനുഷ്യരോട് കൂടെയുണ്ട്. എപ്പോഴും മനുഷ്യരോട് കൂടെയുണ്ട്. ഇപ്പൊ നമ്മൾ ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിച്ചു തുടങ്ങുന്നത് തന്നെ തന്നോട് കൂടെ ആയിരിക്കാൻ ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. ദൈവത്തിന്റെ ഏറ്റവും വലിയ വാഗ്ദത്തം എന്താണ്? ദൈവം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ വാഗ്ദത്തം എന്ന് പറയുന്നത് ദ പ്രസൻസ് ഓഫ് ദ ലോർഡ് ആണ്. ദൈവത്തിന്റെ സാന്നിധ്യമാണ്. പ്രിയപ്പെട്ടവരെ, അത് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. വീണ്ടും നമ്മൾ ഇങ്ങോട്ട് വന്നാൽ ഈ മനുഷ്യരുടെ ഇടയിൽ, ഇസ്രായേലിന്റെ ഇടയിൽ സമാഗമന കൂടാരത്തിൽ ദൈവം ഇറങ്ങി വരികയാണ്. ഇത് പ്രസൻസ് ഓഫ് ദ ലോർഡ് ഇൻ ദ മിസ്റ്റ് ഓഫ് ദ ഓൾഡ് ടെസ്റ്റമെന്റ്, ഇൻ ദ മിസ്റ്റ് ഓഫ് ദ ഇസ്രയേലിറ്റ്സ്. അവരുടെ നടുവിൽ ദൈവം ഇറങ്ങി വന്നു. വീണ്ടും നമ്മൾ പുതിയ നിയമത്തിലേക്ക് എത്തുമ്പോൾ ദൈവം നമ്മളോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന അവന് പേര് വിളിക്കണം. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം കർത്താവ് പോകുമ്പോൾ നൽകുന്ന 2 ഉറപ്പുണ്ട്. ഒന്ന്, ഞാൻ പോയാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. 2, മത്തായിയുടെ സുവിശേഷം 28:20
യുഗാന്ത്യം വരെ എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. യുഗാന്ത്യം വരെ എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ ദൈവിക ദാനം എന്ന് പറയുന്നത് നമുക്ക് ദൈവം നൽകുന്ന സാന്നിധ്യമാണ്. സാന്നിധ്യം. എപ്പോഴാണ് ഒരു മനുഷ്യൻ വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് ഇടവരുന്നത്? അതിനെപ്പറ്റി വിശുദ്ധനായ ജെറോം പറയുന്നത്, സീക്ക് ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നിടത്താണ് വിശുദ്ധി ഉണ്ടാകുന്നതെന്നാണ് വിശുദ്ധനായ ജെറോം പറയുന്നത്. സത്യമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ ദാനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സാന്നിധ്യമാണ്. ആ സാന്നിധ്യം രണ്ട് രീതിയിലാണ് പുതിയ നിയമത്തിൽ നമുക്ക് അനുഭവവേദ്യമാകുന്നത്. ഒന്ന്, ത്രൂ ദ ഹോളി കമ്മ്യൂണിയൻ, ഹോളി കുർബാനോ, വിശുദ്ധ കുർബാനയിലൂടെ ദൈവത്തിന്റെ സാന്നിധ്യം നമുക്കുണ്ട്. രണ്ട്, ദൈവവചനത്തിലൂടെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ട് രണ്ട് രീതിയിൽ. കുർബാനയായി നമ്മളിലേക്ക് ഇറങ്ങുന്നു, വചനമായി ദൈവം നമ്മളിലേക്ക് ഇറങ്ങുന്നു. അപ്പോൾ പിന്നെ പരിശുദ്ധാത്മാവിന്റെ റോൾ എന്താണ്? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കുർബാനയായി വരുന്ന കർത്താവിനെ, വചനമായി വരുന്ന കർത്താവിനെ സ്വീകരിക്കുവാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? അത് ഇറ്റേണിറ്റിയാണ്, നിത്യതയാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, യേശുക്രിസ്തുവിന്റെ ശാരീരിക സാന്നിധ്യം ഇവിടെ നിന്ന് പോയപ്പോൾ നിങ്ങളുടെ അവകാശത്തിന്റെ അച്ചാരമായി പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളോട് പലരും ചോദിക്കാറുണ്ട്, ഈ മരണത്തിനപ്പുറത്ത് ഒരു ജീവിതം ഉണ്ടോ? മരണാനന്തരം ഒരു ജീവിതം ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പിള്ളേരൊക്കെ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം അതാണ്. അതുണ്ട് എന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയോ? രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ക്രിസ്തു പറഞ്ഞു, ഞാൻ പോയിട്ട് സ്ഥലം ഒരുക്കും, ഞാൻ പോയതിനു ശേഷം നിങ്ങളെ വന്ന് ചേർക്കും എന്ന് കർത്താവ് പറഞ്ഞു. രണ്ട്, അവൻ പറഞ്ഞിട്ട് പോവുക മാത്രമല്ല, അച്ചാരമായി എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും നമ്മൾ തരത്തില്ലേ, അതായത് ഇപ്പൊ ഒരു വസ്തു മേടിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന വസ്തുവിന് നമ്മൾ ഒരു അഡ്വാൻസ് കൊടുക്കും. അതാണ് അച്ചാരം. അച്ചാരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഉറപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. ഞാനിപ്പോ ഒരു വസ്തു ബാംഗ്ലൂർ വന്ന് കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഇഷ്ടപ്പെട്ട ഉടനെ നിങ്ങൾ എന്നോട് പറഞ്ഞു, അച്ഛൻ ഇവിടുന്ന് പോകുമ്പോൾ കാര്യമൊക്കെ ശരിയാണ്, അച്ഛൻ പോയിട്ട് തിരിച്ചു വരുമെന്നും അച്ഛൻ ഈ വസ്തു മേടിക്കുമെന്നും ഉള്ള ഉറപ്പ് എന്താണ്? അപ്പോ നിങ്ങൾ പറഞ്ഞു, ഒരു 5 ലക്ഷം രൂപ അച്ഛൻ തന്നിട്ട് പോണം എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും എനിക്ക് ഈ ഒരു തീരുമാനത്തിൽ നിന്ന് മാറിപ്പോകാൻ പറ്റാത്ത വിധത്തിൽ മൂല്യമുള്ള ഒരു തുക തന്നിട്ടേ പോകാവുള്ളൂ എന്ന് നിങ്ങൾ പറയും. ഒന്നെങ്കിൽ വസ്തുവിന്റെ 50% അല്ലെ 15% തന്നിട്ടേ പോകാവുള്ളൂ. അതിന്റെ പേരാണ് അച്ചാരം. പ്രിയപ്പെട്ടവരെ, നമുക്ക് മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്ന രണ്ട് കാര്യങ്ങളില്ല. ഒന്ന്, കർത്താവ് പറഞ്ഞു. രണ്ട്, അച്ചാരമായി പരിശുദ്ധാത്മാവിനെ തന്നു. അച്ചാരമായി. കാരണം അത് ഉറപ്പാണ്. നമുക്ക് ലഭിക്കപ്പെട്ട, അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് ലേഖനം കൊടുത്തപ്പോ പറഞ്ഞ ഒരു കാര്യം ഇതാണ്, നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമാണ് പരിശുദ്ധാത്മാവ്. അവകാശത്തിന്റെ അച്ചാരമാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം പരിശുദ്ധാത്മാവ് വഴി, പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാന വഴി, ദൈവവചനം വഴി നമ്മളിൽ നിറയുമ്പോൾ നമുക്കൊരു അവകാശമുണ്ടെന്ന്, നമുക്ക് മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ടെന്ന്, നമുക്കൊരു ഇറ്റേണിറ്റി ഉണ്ടെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന സാന്നിധ്യമാണ് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം. അപ്പോൾ ക്രിസ്തുവിന്റെ പ്രസൻസ്, ഫിസിക്കൽ പ്രസൻസ് എപ്രകാരമായിരുന്നോ അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഈ ലോകത്തുണ്ട് എന്നുള്ളത് നാം തിരിച്ചറിയും. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇച്ചിരി വേഗം പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും പിടി കിട്ടാതെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് എപ്പോഴാണ് കിട്ടിയത്? പ്രിയപ്പെട്ടവരെ, ഒരു വചനം നിങ്ങളൊന്ന് എഴുതി വെച്ച് വായിക്കുന്നതിനാണ്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 38-ാമത്തെ തിരുവചനമാണ്. ഒരാൾ മാമോദീസ സ്വീകരിക്കുമ്പോൾ
പരിശുദ്ധാത്മാവ് അയാൾക്ക് ലഭിക്കപ്പെട്ടു. നിങ്ങൾ പശ്ചാത്തപിക്കുവീൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിപ്പീൻ, പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. മാമോദീസയിലൂടെ ഒരു മനുഷ്യനിലേക്ക് പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് ലഭിക്കപ്പെട്ടു. ഇനി പ്രധാന വിഷയം കിടക്കുന്നത്, ഈ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കണമെങ്കിൽ ഒരു മനുഷ്യന്റെ 3 അവസ്ഥകളിലും അവൻ സമ്പൂർണമായി ദൈവത്തിന് സമർപ്പിച്ചവനായിരിക്കണം. 1, അവന്റെ ദേഹം. 2, അവന്റെ ദേഹി. 3, അവന്റെ ആത്മാവ്. ഈ 3 മേഖലകളും, ദേഹം, ദേഹി, ആത്മാവ്, 3 മേഖലകളും ഒരുപോലെ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് മാത്രമേ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ ലഭിക്കപ്പെട്ട പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നവരായി നമ്മൾ മാറും. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് ലേഖനം കൊടുക്കുമ്പോൾ 4-ാം അധ്യായം 30-ാം തിരുവചനത്തിൽ പറഞ്ഞൊരു വാക്കുണ്ട്: നിങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, വേദനിപ്പിക്കരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. പ്രിയപ്പെട്ടവരെ, അതിന് 4-ാം അധ്യായത്തിൽ കുറെ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. എങ്കിലും ഈ ചുരുങ്ങിയ സമയത്തിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. എപ്പോഴാണ് ഒരു മനുഷ്യൻ ദൈവത്തിന്റെ ആത്മാവിനെ വേദനിപ്പിക്കുന്നത്? ഒറ്റ കാര്യമേ ഉള്ളൂ. നമ്മുടെ മേൽ കർത്തൃത്വം നടത്താനുള്ള അവകാശം എപ്പോഴാണോ നമ്മൾ പരിശുദ്ധാത്മാവിൽ നിന്ന് മാറ്റി ലോകത്തിന്റെ അരൂപിക്ക് നൽകുന്നത്, അപ്പോൾ വേദന ആരംഭിക്കും. ഒന്നുകൂടെ പറയാം. നമ്മുടെ മേൽ കർത്തൃത്വം നടത്താനുള്ള അവകാശം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാണ്. കാരണം നമ്മുടെ ചിന്തകളിൽ ദൈവം ഇടപെടുന്നു, നമ്മുടെ ശരീരത്തിൽ പരിശുദ്ധാത്മാവ് നിറയുന്നു, നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിന് അനുസൃതമായ, പരിശുദ്ധാത്മാവിന് യോജിക്കുന്നതായ ചിന്തകൾ നിറയുന്നു. അപ്പോൾ ഒരാൾ ആത്മാവിലാണ്. ആത്മാവിലായ ഒരാൾക്ക്, പ്രിയപ്പെട്ടവരെ, ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ 20 മുതലുള്ള തിരുവചനങ്ങളിൽ അതിന്റെ കൃത്യമായി പറയുന്നു, ആത്മീക ഫലം പുറപ്പെടുവിക്കാൻ പറ്റും. അപ്പോൾ എപ്പോഴാണ് പരിശുദ്ധാത്മാവിനെ സങ്കടപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചാൽ, എപ്പോഴാണോ നമ്മളുടെ മേൽ കർത്തൃത്വം നടത്താനുള്ള അവകാശം നമ്മൾ സ്വന്തം ബുദ്ധിയാൽ ലോകത്തിന് വിട്ടുകൊടുക്കുന്നത്, അപ്പോൾ പരിശുദ്ധാത്മാവ് വേദനിക്കാൻ തുടങ്ങും. പ്രിയപ്പെട്ടവരെ, ഞാനത് ചുമ്മാ പറഞ്ഞതല്ല. നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 15 മുതലുള്ള വചനം ഒന്ന് വായിക്കണം. റോമർ 6:15 ഇങ്ങനെയാണ് പറയുന്നത്: നീ അനുസരണയുള്ള ദാസനെ പോലെ അനുസരിക്കേണ്ടതിന് നീ ആർക്കാണോ നിന്നെ തന്നെ സമർപ്പിക്കുന്നത്, നീ അതിന്റെ അടിമയാണ്. അപ്പോൾ നമ്മളുടെ കർത്തൃത്വം നടത്താൻ ഏതൊരു അരൂപിക്കാണോ നമ്മൾ വിട്ടുകൊടുക്കുന്നത്, ഉദാഹരണത്തിന് ഇപ്പൊ നമ്മളുടെ മേൽ ഒരു കണ്ടമാനം ധനാസക്തിയുടെ ഒരു മേഖലയുണ്ടെന്ന് വിചാരിക്കുക. ധനാസക്തി, ഭയങ്കരമായിട്ട് പണം ഉണ്ടാകണം, പണമില്ലാത്തവൻ വെറുതെ നമ്മൾ നാടൻ ഭാഷ പറയുന്ന പോലെ പണമില്ലാത്തവൻ പിണമാണ് എന്നൊക്കെ പറഞ്ഞ് ധനത്തോട് ഭയങ്കര കൊതി കയറുന്നു. ഒബിയസ്ലി നമ്മൾ അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നു. സംഭവിക്കുന്നതിനാണെന്നറിയോ? നമ്മൾ ഇതൊരു അരൂപിയാണെന്ന്, അല്ലെങ്കിൽ ഇതൊരു മേഖലയാണ്, തിന്മയിലേക്കുള്ള സ്വാധീനമാണെന്ന് തിരിച്ചറിയാതെ നമ്മൾ അതിലേക്ക് സമർപ്പിക്കും. സ്വാഭാവികമായിട്ട് പരിശുദ്ധാത്മാവിന്റെ ചിന്തകൾ നമ്മളിൽ നിന്നകലും. അങ്ങനെ ഓരോ പാപവും, ഞാൻ എടുത്തു പറയുന്നു, ഓരോ പാപവും നമ്മൾ എവിടെയാണോ നമ്മളുടെ ശരീരവും ഹൃദയവും സമർപ്പിക്കുന്നത്, അതിലൂടെ നമ്മളിലേക്ക് കടന്നു വരുന്ന അരൂപികളുണ്ട്, തിന്മയുടെ സ്വാധീനമുണ്ട്. പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ് നമ്മുടെ ശരീരം. നമ്മളൊന്ന് ആലോചിക്കണം. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൽ 12 മുതലുള്ള തിരുവചനം, 6-ാം അധ്യായത്തിന്റെ 11 മുതലുള്ള തിരുവചനം, 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 1 മുതലുള്ള വചനം ഒക്കെ വായിക്കുമ്പോൾ, 1 കൊരിന്ത്യർ 3:12, 6-11 തൊട്ടുള്ള തിരുവചനം, 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 1-ാം വചനം ഒക്കെ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ് നമ്മുടെ ശരീരം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നമ്മളെ തന്നെ നമ്മൾ സമർപ്പിച്ചു. ഇനി
ഒരു പരിശുദ്ധന്റെ ഒരു വിശുദ്ധയുടെ നാമം നമുക്ക് കിട്ടി മാമോദീസയിൽ. ത്രോണോസിൽ നമ്മൾ കൊണ്ട് മുത്തിച്ചു, ജീവന്റെ ബലിപീഠത്തിൽ നമ്മളെ മുത്തിച്ചു. ജീവവൃക്ഷത്തിന്റെ ഫലം നമ്മുടെ ശരീരത്തിലായി. നാം ഇപ്പോൾ ക്രിസ്തുവിനോട് സംയോജിക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് കൃത്യമായി നമ്മളോട് സംസാരിക്കും. അങ്ങനെ സംസാരിച്ച് ഒരലൈൻമെന്റിൽ ജീവിക്കേണ്ട നമ്മൾ എപ്പോഴാണോ സ്വന്തം ഇഷ്ടത്താൽ നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ ശരീരത്തെയും തിന്മയിലേക്ക് നയിക്കുന്നത്, അപ്പോൾ മുതൽ പരിശുദ്ധാത്മാവ് വേദനിക്കാൻ തുടങ്ങും. അപ്പോൾ സംഭവിക്കുന്ന ഏറ്റവും വലിയ, ഹോളി സ്പിരിറ്റ് നഷ്ടപ്പെട്ടു പോയാൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്താണ്? നമുക്ക് നമ്മുടെ ഉള്ള അവസ്ഥകളിൽ സന്തോഷിക്കാൻ പറ്റത്തില്ല. നമുക്ക് നിലവിലുള്ള വീട് നമുക്ക് കൺവീനിയന്റ് ആയിട്ട് തോന്നത്തില്ല, സഫിഷ്യന്റ് ആണെന്ന് തോന്നത്തില്ല. നമ്മുടെ ജീവിത പങ്കാളി നമുക്ക് പോരാ എന്ന തോന്നലുണ്ടാവും. ഇപ്പോൾ ലഭിക്കപ്പെടുന്ന വീട്, കുഞ്ഞുങ്ങൾ, സാഹചര്യങ്ങൾ എല്ലാം നമുക്ക് അപര്യാപ്തമായി തോന്നും. അതുകൊണ്ടാണ് 51-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പ്രാർത്ഥിച്ചത്, ദൈവമേ നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന, അഥവാ ജഡത്തെയും ഹൃദയത്തെയും ലോകത്തിന്റെ അരൂപിയോട് ചേർത്ത് വെക്കുന്ന ഒരു മനുഷ്യന് സംഭവിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, അയാളുടെ ജീവിതത്തിൽ സന്തോഷം എന്ന് പറയുന്ന സാധനം കാണത്തില്ല. ഒന്നിലും, ഈവൻ കഴിച്ച ഭക്ഷണത്തെ പോലും സന്തോഷം കാണത്തില്ല. പക്ഷെ ചിലരെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ഒന്നുമില്ല ലോകപ്രകാരം. എത്ര പേര്, ഞാൻ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഫ്ലെയിം തരുന്ന ഒത്തിരി പേരുണ്ട്. ഞാൻ അങ്ങനെയുള്ളവരൊക്കെ കാണാൻ ശ്രമിക്കാറുണ്ട്. കാരണം വേറൊന്നുമല്ല, ഈ ലോകപ്രകാരം അവർക്കൊന്നുമില്ല, പക്ഷെ അവരുടെയൊക്കെ ജീവിതം എന്നെ സന്തോഷമാണെന്നറിയാം. അപ്പനും മക്കളോടും, മക്കൾക്ക് അമ്മയപ്പന്മാരോടും ഒക്കെ ഭയങ്കര സ്നേഹം. പിന്നെ അവർക്കുള്ളത്, നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്കുള്ളത് ഈ ഗോതമ്പടയൊക്കെ ആണെങ്കിൽ പോലും അവരുടെ ജീവിതത്തിൽ ഭയങ്കര സംതൃപ്തിയാണ്. അവർ പ്രാർത്ഥിക്കുന്നു, അവരൊരുമിച്ച് ജീവിക്കുന്നു, അവരൊരുമിച്ച് വർത്താനം പറയുന്നു. എല്ലാത്തിനും സാധ്യതകളുണ്ട്. കൊതി തോന്നും നമുക്ക്. അതെന്താണത്? ദി ഗ്രേസ് ഓഫ് ദ ലോർഡ്. ദൈവത്തിന്റെ സമാധാനം അവരുടെ ഹൃദയത്തിൽ, ദൈവത്തിന്റെ സന്തോഷം അവരുടെ ഹൃദയത്തിൽ നിറയാണ്. അപ്പം ശരീരത്തിലോ ഹൃദയത്തിലോ പാപം ചെയ്യുന്ന ഒരു മനുഷ്യന് ആദ്യം സംഭവിക്കുന്ന വീഴ്ച എന്ന് പറയുന്നത്, അയാളുടെ ജീവിതത്തിൽ നിന്ന് ദൈവസന്തോഷം നഷ്ടപ്പെടും. അപ്പോൾ എപ്പോഴാണ് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുക? എപ്പോഴാണോ ദൈവതിരിഹിതത്തിന് മുകളിൽ നമ്മുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ശരീരത്തെയും ഹൃദയത്തെയും നാം മാറ്റുന്നത്, അന്നേരം മുതൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ ദുഃഖിക്കാൻ തുടങ്ങും. അപ്പോൾ മാമോദീസയിൽ ലഭിക്കപ്പെട്ടിട്ടുള്ള പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കരുത്. രണ്ടാമതായിട്ട് പറയുന്നത് 1 തെസ്സലോനി 5-ാം അധ്യായത്തിൽ 19 മുതലുള്ള തിരുവചനമാണ്. ആത്മാവിനെ നിങ്ങൾ കെടുത്തിക്കളയരുത്. അതെന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? ആത്മാവിനെ നിങ്ങൾ കെടുത്തിക്കളയരുത്, അല്ലെങ്കിൽ നിർവീര്യമാക്കരുത്. ഹോളി സ്പിരിറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ പവർ. പ്രിയപ്പെട്ടവരെ, ഹി ഹാസ് ഹിസ് ഓൺ പവർ. അവൻ്റെതായ ഒരു ചൈതന്യവും ശക്തിയും ഉണ്ട്. അപ്പോസ്തലന്മാര് പ്രവർത്തിച്ചത് മുഴുവൻ എങ്ങനെയാണ്? പരിശുദ്ധാത്മാവിന്റെ ചൈതന്യത്തിലാണ്. എന്നാൽ നമ്മളിലൂടെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ പറ്റാത്ത വിധത്തിൽ പരിശുദ്ധാത്മാവിനെ കെടുത്തിക്കളയരുതെന്ന് പറയണം. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ കെടുത്തിക്കളയരുത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടെങ്കിൽ, സത്യം പറഞ്ഞാൽ പരിശുദ്ധ ദൈവമാതാവിൽ നിന്ന് തന്നെയാണ് നമ്മളത് പഠിക്കുന്നത്. ഒരാളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ടെന്ന് പ്രത്യക്ഷമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയാം. നമ്മളിൽ ഉണ്ടോ ഇല്ലയോ നമ്മൾ എങ്ങനെയാണ് അറിയണത്? നമ്മളിൽ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വേറെ നമുക്ക് പ്രത്യേകിച്ച് ഉപകരണങ്ങളൊന്നും ഇല്ല ലോകത്ത്. ഇനി ബാംഗ്ലൂർ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് പറയണം, ഞാൻ വന്ന് മേടിച്ചോളാം. പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ട് എന്നറിയുന്നത് എങ്ങനെയാണെന്നറിയാം? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സാന്നിധ്യം ഒരാൾക്ക് സ്പിരിച്വലി, സെക്യുലർലി ഒരാളെ എംപവർ ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരാൾക്ക് ഒരു ആശ്വാസമാകുന്നുണ്ടെങ്കിൽ,
പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ട് എന്നുള്ളതാണ് അർത്ഥം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ ഏലിസബത്തിന്റെ അടുക്കൽ എത്തുമ്പോ തന്നെ ഏലിസബത്തും ഉദരത്തിൽ കിടന്ന കുഞ്ഞും പരിശുദ്ധാത്മാവിൽ പൂരിതരായി. അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. പ്രജ ഉദരത്തിൽ തുള്ളിച്ചാടി. ഈ നമ്മളുടെ വാക്കുകൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി നമ്മൾ ഹോളി സ്പിരിറ്റിന്റെ ഗൈഡൻസിലാണോ എന്നറിയാൻ. ഹോളി സ്പിരിറ്റിന്റെ ഗൈഡൻസിലാണോ എന്നറിയാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിന്റെ മനുഷ്യനെയും ദൈവത്തിന്റെ ആത്മാവും നയിക്കുന്ന മനുഷ്യനെ എങ്ങനെ തിരിച്ചറിയാം? അതിനൊരു ടൂൾ അച്ഛൻ പറഞ്ഞുതരാം. നിങ്ങളത് വായിച്ചാൽ മതി. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൽ 6 തൊട്ടുള്ള തിരുവചനം വായിക്കണം. 1 John chapter 4 verse 6. 6 തൊട്ടുള്ള തിരുവചനം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: ആത്മാവിലുള്ള മനുഷ്യൻ ആത്മീക കാര്യങ്ങളെ സംസാരിക്കുന്നു, ജഡീക മനുഷ്യനാകട്ടെ ജഡീക കാര്യങ്ങളെ സംസാരിക്കുന്നു. ആത്മീക മനുഷ്യൻ ആത്മീക കാര്യം സംസാരിക്കുന്നു, ജഡീക മനുഷ്യൻ ജഡീക കാര്യം സംസാരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ അടുക്കൽ ഒരാൾ വന്നാൽ നമുക്ക് പറയാനായിട്ടുള്ളത് എന്താണ്? വാട്ട് വി ഹാവ് ടു ഗീവ്. നമ്മുടെ കയ്യിലുള്ളത് എന്താണ്? യഥാർത്ഥത്തിൽ ഞാനതാണ് മുമ്പ് പറഞ്ഞത്, നമ്മുടെ കൂട്ടത്തിൽ നമ്മളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന, നമ്മളെ ഫോൺ വിളിക്കുന്നു എന്ന് പറയുന്ന, നമ്മുടെ കൂടെ യാത്ര ചെയ്തു എന്ന് പറയുന്ന മനുഷ്യർ, ഈവൻ നമ്മുടെ ജീവിത പങ്കാളി, നമ്മൾ പരിശുദ്ധാത്മാവിന്റെ കൃത്യ നിയന്ത്രണത്തിലാണോ അല്ലയോ എന്ന് അറിയുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ, നമ്മുടെ പ്രയോറിറ്റി ഏതാണെന്നുള്ളത് തിരിച്ചറിയാന്നുള്ളതാണ്. ലോകപ്രകാരമുള്ളതാണ് നമ്മൾ തിരിച്ചറിയുന്നതെങ്കിൽ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ലോകപ്രകാരമുള്ള കാര്യമാണെങ്കിൽ, നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത് ജഡത്തിന്റെ താല്പര്യങ്ങൾക്കാണെങ്കിൽ, നിങ്ങൾ അന്നേരെ നിങ്ങൾ ഓർത്തോണം, നിങ്ങളെ വിളിക്കുന്ന ആൾ, നിങ്ങളോട് സംസാരിക്കുന്ന ആൾ പരിശുദ്ധാത്മ കൃപയിലല്ല, അത് ലോകത്തിന്റെ അരൂപിയിലാണ്. ഈ സംസാരം മുന്നോട്ട് പോയാൽ ലോകത്തിന്റെ തിന്മയുടെ സ്വാധീനങ്ങളിലേക്ക് ഞാനും പോകും. അപ്പോൾ ഞാൻ ചെയ്യേണ്ട കാര്യം എന്താണ്? ഞാൻ അയാളോട് പരിശുദ്ധാത്മാവിന്റെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങണം. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങളുടെ കൂട്ടുകാരിൽ എത്ര പേര്, നമ്മുടെ കൂട്ടുകാരിൽ എത്ര പേര് കർത്താവിനെ അറിയുന്നതാണ് എന്ന് തിരിച്ചറിയാനായിട്ട് പറ്റുന്നത് നമ്മളോട് കുറ്റം പറയും. കുറ്റം പറയുമ്പോ പ്രിയപ്പെട്ടവരെ, നമ്മൾ 2 വചനം അങ്ങോട്ട് കൊടുക്കണം. എന്താണ്? ആരെയും വിധിക്കരുതെന്നല്ലേ കർത്താവ് പറഞ്ഞിരിക്കുന്നേ? അതുകൊണ്ട് നമുക്ക് ആരെയും വിധിക്കണ്ട, പോട്ടെ, അവരെന്തായാലും നമ്മൾ അത് മൈൻഡ് ചെയ്യണ്ട എന്ന് 2 പ്രാവശ്യം പറഞ്ഞു നോക്കി. 3-ാമത്തെ പ്രാവശ്യം അവര് പറയും, അവരും മറ്റവരുടെ കൂട്ടത്തിലാണെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണ്ട, നമ്മൾ ഇനി അവരെ വിളിക്കണ്ട. ചുരുക്കി പറഞ്ഞാൽ, ദൈവവചനപ്രകാരം ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അധികം പേരൊന്നും നിങ്ങളുടെ കൂടെ കാണത്തില്ല എന്നുള്ളത് ഈ രാത്രി ഞാൻ നിങ്ങളോട് പറയാം. ദൈവവചനപ്രകാരം ജീവിക്കുന്നവർ അച്ഛന്റെ അടുക്കൽ ഒത്തിരി പേരൊന്നും കാണത്തില്ല. അല്ലെങ്കിൽ പറയും, അച്ഛന് കഴിവൊന്നും കാണത്തില്ല, ഓ അച്ഛനെയും കൊണ്ട് എന്നത്തിന് കൊള്ളാമെന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർ കാണും. ഞാൻ അത്ര ഇത് കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാ എന്ന് പറഞ്ഞ് ഞാൻ ആത്മാവിൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞതല്ല, സ്വയം പുകഴ്ത്തിയതല്ല, ഒരു യാഥാർത്ഥ്യമാണ്. പള്ളി കമ്മിറ്റി നിങ്ങളൊന്നിരുന്നേ, ഇങ്ങനെ ഒരു കൂട്ടായ്മ ആയതുകൊണ്ട്, ഫെലോഷിപ്പ് ആയതുകൊണ്ട് ഞാൻ പറയുകയാണ്, പള്ളി കമ്മിറ്റിയിൽ ഇരുന്നേ എന്നാ ഫോൺ വിളിയാന്നറിയാം. ആകപ്പാടെ കമ്മിറ്റി 2 മണിക്കൂറേ കാണുള്ളൂ, പക്ഷെ അതിന്റെ അലയടികൾ 2 ആഴ്ച കാണും. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്നാ സംഭവിക്കുന്നറിയോ? നമ്മൾ ഇതിന്റെ നടുക്ക് കൃത്യമായിട്ട് നിന്ന് ഓരോരുത്തരോടും വചനം പറഞ്ഞു നോക്കിയേ, കുറച്ച് കഴിയുമ്പോൾ ഇവന്മാരെല്ലാം കൂടി നമുക്കിട്ട് ചവിട്ടാൻ തുടങ്ങും. അല്ലെങ്കിൽ അപ്പുറം ഇപ്പുറം നിന്നോണ്ട് പറയും, അച്ഛൻ അവരുടെ കൂടിയാ, അച്ഛൻ ഇവരുടെ കൂടിയാന്ന് പറയും. ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. ഞാൻ പറഞ്ഞ ഭാഗം പിടി കിട്ടിയോ? നിങ്ങളോട് സംസാരിക്കുന്ന വ്യക്തി ലോകപ്രകാരമാണ് നിങ്ങളെ എംപവർ ചെയ്യുന്നതെങ്കിൽ, ലോകത്തിന്റെ കാഴ്ചകൾ കാണാനാണ് നിങ്ങളെ ക്ഷണിക്കുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അത് ലോകത്തിന്റെ അരൂപിയാണ്. കുറ്റം പറയാൻ, മറ്റുള്ളവരുടെ കുറവ് പറയാൻ, സഭാ നേതൃത്വത്തിന്റെ കുറവ് പറയാൻ, മറ്റുള്ളവരെ കളിയാക്കാൻ, സ്വന്തം ജീവിത പങ്കാളിയെ ഈഴ്ത്തി താഴ്ത്താൻ, അപ്പനെയും അമ്മയും കുറ്റം പറയാൻ, അങ്ങനെ പ്രേരിപ്പിക്കുന്ന സഹോദരങ്ങൾ, അങ്ങനെയുള്ള ബന്ധങ്ങൾ നിങ്ങൾ അന്നേരം ആലോചിച്ചോണം, ഈ മനുഷ്യർ യഥാർത്ഥ ആത്മാവിലല്ല. അപ്പൊ നമ്മൾ അവരെ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. അവർക്ക് വേണ്ടി ലോകത്തിൽ വേറെ ആരാ പ്രാർത്ഥിക്കാനുള്ളത്? നമ്മൾ അവരെ വെച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മളുടെ ഉള്ളിൽ ദൈവം തന്ന പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുത്.
ഇങ്ങനെ ഒരു ഭർത്താവിനെ, ഇങ്ങനെ ഒരു ഭാര്യയെ, ഇങ്ങനെ ഒരു ഇടവകയെ, ഇങ്ങനെ ഒരു ശുശ്രൂഷ മേഖലകളെ ദൈവം നമുക്ക് തന്നത് എന്തിനാണ്? നമ്മുടെ ഉള്ളിലൂടെ പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം അവരിലേക്ക് പോകാനായിട്ടാണ്. പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ ഒരു കാര്യം അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള തിരുവചനമാണ്. അനന്യാസിനോട് പത്രോസ്ലീഹ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അനന്യാസേ, പരിശുദ്ധാത്മാവിനെതിരെ വ്യാജം കാണിക്കരുത്. പരിശുദ്ധാത്മാവിനെതിരെ വ്യാജം കാണിക്കരുത്. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഈ യഥാർത്ഥത്തിൽ അനന്യാസ് സഫീറയും അവരുടെ വസ്തുവകകളിൽ ഒരംശം എടുത്ത് ഒളിപ്പിച്ചു വെച്ചിട്ട് അപ്പോസ്തലന്മാരുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, എല്ലാം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് പത്രോസ്ലീഹായിൽ ഉണ്ടായിരുന്നതുകൊണ്ട്, അപ്പോസ്തലന്മാരെ വ്യാപരിച്ചതുകൊണ്ട് അനന്യാസിനോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, അപ്പോസ്തലൻ പറഞ്ഞു, അനന്യാസേ, പരിശുദ്ധാത്മാവിനെതിരെ നിങ്ങൾ വ്യാജം കാണിക്കരുത്. ഈ ഒരു രാത്രിയിൽ ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. യഥാർത്ഥത്തിൽ നമ്മുടെ ആളത്വം എന്താണ്? നമ്മുടെ ആളത്വം എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു സാധനമാണ്. ചുരുക്കി പറഞ്ഞാൽ പള്ളിയിൽ വരുമ്പോൾ നമ്മളെ പോലെ ഇത്ര ഡീസന്റ് ഒരാള് ഇല്ല. ഞാന് ഒരു പള്ളിയിലിരുന്നു. ഏത് പള്ളിയാന്ന് പറയുകയില്ല, കുമരക അല്ല. അപ്പൊ പള്ളിയിലിരുന്നു. അപ്പോ അവിടെ ഒരു മദ്യപാനി ഉണ്ടായിരുന്നു. അപ്പൊ മദ്യപാനി ഭയങ്കര മദ്യപാനാ. അപ്പം അയാളെ മാനസാന്തരപ്പെടുത്താൻ ഞാൻ പോയി. അപ്പം പുള്ളിയുടെ അടുത്ത് ചെന്ന് ഞാൻ പറഞ്ഞു, സഹോദര, മദ്യപിക്കരുത്. കാരണം അങ്ങയുടെ ഭാര്യ സമാജത്തിലെ വലിയ ആളാണ്. അവിടെ വന്ന് ഞാൻ കൈ ഉയർത്തു എന്ന് പറഞ്ഞാൽ ഉടനെ കൈ ഉയർത്തും. കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ച ഉടനെ പള്ളിയുടെ ഉമ്മരപ്പടി അളകുന്ന പോലെ കർത്താവെ നീ പെണ്ണ് വിളിക്കും. ഞാൻ കരയാൻ പറയണ്ട, അതിനു മുമ്പേ കരയും. അപ്പം ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു പെണ്ണാണ്. അപ്പം ദയവ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങളിങ്ങനെ മദ്യപിക്കരുത്. അപ്പൊ എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാനൊരു കാര്യം പറയാം. ഞാൻ ഇന്ന് രാത്രി കൊണ്ട് മദ്യപാനം നിർത്തിയേക്കാം. അച്ഛന് പ്രശ്നം ഞാൻ മദ്യപിക്കുന്നതാണല്ലോ. ഞാൻ പറഞ്ഞ അതെ. അപ്പൊ ഞാൻ ഇന്ന് രാത്രി കൊണ്ട് മദ്യപാനം നിർത്താം. പക്ഷെ അച്ഛൻ ഒരു കാര്യം ചെയ്യണം, ഇവളുടെ ഫോൺ വിളി നിർത്തിക്കണം. അപ്പം ഞാൻ ഓർത്തു, ഈ മൊബൈൽ ഫോൺ ആണല്ലോ ഈ കാലത്തിലെ ഏറ്റവും വലിയൊരു വില്ലനായിട്ട് അവതരിക്കുന്നത്. അപ്പൊ ഞാൻ ഓർത്തു, ഇവൾ ആരാണ്ടെയൊക്കെ ഫോൺ വിളിച്ച് ചാറ്റൊക്കെ ആരാണ്ട് കണ്ടുപിടിച്ച്, ഭർത്താവ് കണ്ടുപിടിച്ചു. അങ്ങനെ ഈ മനുഷ്യൻ ഇവളെ അതിന്റെ പേരിലായിരിക്കും ഇയാൾ മദ്യപിക്കുന്നത് ഞാൻ ഓർത്തത്. അപ്പൊ ഞാൻ ചോദിച്ചു, താങ്കൾക്ക് താങ്കളുടെ ഭാര്യയോട് എന്തെങ്കിലും തരത്തിൽ ഒരു ഇതുണ്ടോ? ഇവൾ താങ്കളെ വഞ്ചിച്ചു എന്ന് തോന്നുന്നുണ്ടോ? അപ്പൊ ആ പുള്ളി പറഞ്ഞു, ആ കാര്യത്തിലൊക്കെ അവള് ഡീസന്റ് അച്ഛാന്ന്. അപ്പൊ ഞാനോട്, ഇത്രയും ഡീസന്റ് ആയ മനുഷ്യൻ പിന്നെ ഈ പെണ്ണ് ഫോൺ വിളിക്കുന്നതിന് എന്താണ് പ്രശ്നം പറയാൻ? അപ്പൊ എന്നോട് പറഞ്ഞ, അച്ഛാ, ഇവള് രാവിലെ ഫോൺ വിളി തുടങ്ങും. 6:30 തൊട്ട് 7 മണി 7:15 വരെ ഇന്നയാള് വിളിക്കും. 7:15 തൊട്ട് 8:15 വരെ ഇന്നയാള് വിളിക്കും. ഇവളുമാർക്കൊന്നും, ഇവക്ക് പിള്ളേരെ സ്കൂളിൽ വിടാനില്ല. ഞാൻ കാപ്പി ചോദിക്കുമ്പോൾ ഇവൾ ഒരു ഫോൺ ഈ ചെവി വെച്ചോണ്ടാണ് ഇരിക്കുന്നത്. എന്നിട്ട് ഇവള് പഞ്ചസാരയാണോ ഉപ്പാണോ ഇടുന്നതെന്ന് എനിക്കറിയത്തില്ല. ഒരു ദിവസം പഞ്ചസാര കൂടുതലായിരിക്കും, ഒരു ദിവസം കുറവായിരിക്കും. അപ്പോ ഇവളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, നീ ഇത് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞ. അപ്പോഴും ഞാൻ ചോദിച്ചു, അത് ആരോടെങ്കിലും എന്തെങ്കിലും സംസാരിക്കുന്നതിന് വേറെ സംശയമൊന്നും ഇല്ലെങ്കിൽ എന്താണ് കുഴപ്പം? അതിന്റെ ഫ്രണ്ട്സ് അല്ലേ, സംസാരിക്കട്ടെ. അപ്പൊ എന്നോട് പറഞ്ഞ, അച്ഛന്റെ പള്ളിയിൽ സമാജത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ആരാന്ന് അച്ഛനറിയാവോ? ഞാൻ പറഞ്ഞില്ല. ഇവളും ഇവളുടെ കൂട്ടുകാരുമാണ്. എന്നിട്ട് ഏറ്റവും അവസാനം എന്നോട് പറഞ്ഞ്, അച്ഛാ, കഴിഞ്ഞ 3 ദിവസത്തെ ടോപ്പിക് ആരായിരുന്നെന്നറിയാവോ? ഇല്ല, അച്ഛനായിരുന്നെന്ന് പറഞ്ഞു. എനിക്ക് വലിയ സന്തോഷമായി. അപ്പൊ എന്നോട് ഈ മദ്യപാനി പറയാണ്, അച്ഛനെ കുറിച്ചായിരുന്നു. പുള്ളി എന്നോട് പറഞ്ഞു, അച്ഛൻ നോക്കിക്കോ, ഇവളുമാര് കൂട്ടുകൂടി 6 മാസത്തിനകത്ത് അച്ഛനെ ഇവിടുന്ന് പൊക്കി വിട്ടില്ലെങ്കിൽ എന്നെ വിളിച്ചോളാൻ പറഞ്ഞു. പുള്ളി ഒരു പേരൊക്കെ പറഞ്ഞു വന്നു, വിളിച്ചോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കിയപ്പോഴാണ് മാടപ്രാവ് നിന്ന് കരഞ്ഞ പോലെ കരഞ്ഞ ഈ പെണ്ണിന്റെ പരിപാടി എന്ന് പറയുന്നത് ലോകത്തുള്ള ഇടവകയിലുള്ള
സമാജത്തിലുള്ള മുഴുവൻ മനുഷ്യന്റെ കുറ്റം പറയുക എന്നുള്ളതാണ്. അനന്യാസേ, പരിശുദ്ധാത്മാവിനെതിരെ വ്യാജം കാണിക്കരുത്. പള്ളിയിൽ വരുമ്പോ നമ്മൾ എത്ര ഡീസന്റാ, അത് നമ്മുടെ ഒരു മുഖമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഒരു വണ്ടിക്കാരൻ പുറകിൽ കിടന്നുകൊണ്ട് ഓൺ അടിക്കണം, രണ്ടു മൂന്ന് പ്രാവശ്യം ഓൺ അടിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ സ്വഭാവം മാറും. നമ്മൾ വീട്ടിൽ വന്ന് കയറുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ, ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വഭാവം മാറും. യഥാർത്ഥത്തിൽ ഈ വ്യാജഭാവങ്ങൾ അവസാനിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ നമ്മൾ നിറയണം. അപ്പൊ ലഭിക്കപ്പെട്ട പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്, ലഭിക്കപ്പെട്ട പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുത്, ലഭിക്കപ്പെട്ട പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്യരുത്, അതിനെതിരെ വ്യാജം കാണിക്കരുത്. പ്രിയപ്പെട്ടവരെ, നീ ഒരു കാര്യം കൂടെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കും. അത് ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 63 അധ്യായം 10 മുതലുള്ള തിരുവചനമാണ്. അതിങ്ങനെയാണ്: നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. നോക്കിക്കേ, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. വീണ്ടും പറയുകയാണ്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. കഴിഞ്ഞ കാലങ്ങളിൽ അവിടുന്ന് അവരുടെ കരങ്ങളിൽ വഹിച്ചു, എന്നിട്ടും അവർ എതിർത്തു നിന്നു, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് ലഭിക്കപ്പെട്ട പരിശുദ്ധാത്മാവ് ഒരു അച്ചാരമാണ്. എന്തിൻ്റെ? എൻ്റെ ദൈവം എന്നെ കാണുന്നുണ്ടെന്നും എൻ്റെ ദൈവം എന്നെ നടത്തുന്നുണ്ടെന്നും എനിക്കൊരു നിത്യത ഉണ്ട് എന്നും എനിക്ക് ഉറപ്പ് വരുന്നത് അവൻ ഉറപ്പിനു വേണ്ടി എനിക്ക് തന്ന പരിശുദ്ധാത്മാവാണ്. തൃത്വത്തിൽ ഒരുവനായ പരിശുദ്ധ റൂഹ ഈ ഭൂമിയിൽ വ്യാപരിക്കുന്നു, ഈ ഭൂമിയിൽ സഞ്ചരിക്കുന്നു, കൂദാശകളിലൂടെ എന്നിലേക്ക് ഇടപെടുന്നു, എന്നിൽ വന്ന് നിറയുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധാത്മാവിനെ ഞാനായിട്ട് എന്ത് ചെയ്യരുത്, നിർവീര്യമാക്കി കളയരുത്, ഞാനായിട്ട് വേദനിപ്പിക്കരുത്, ഞാനായിട്ട് വഞ്ചിക്കരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം വായിച്ചു, പരിശുദ്ധാത്മാവിനെ എൻ്റെ പ്രവൃത്തി കൊണ്ട് ദുഃഖിപ്പിക്കരുത്. ഏറ്റവും അവസാനം അപ്പോസ്തല പ്രവൃത്തി 7 അധ്യായം 51 തിരുവചനത്തിൽ അപ്പോസ്തലൻ പറഞ്ഞൊരു വാക്കുണ്ട്: മർക്കടമുഷ്ടിക്കാരെ, ഹൃദയത്തിലും കാതുകളിലും പരിച്ഛേദിതരെ, നിങ്ങളെല്ലാം ഇപ്പോഴും പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്നു. നിങ്ങളെല്ലാം ഇപ്പോഴും പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്നു. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? യു നോ വാട്ട് ഈസ് റൈറ്റ്. എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന വിവേചനം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. എന്നാൽ ലോകത്തിന്റെ ചില സ്വാർത്ഥതയ്ക്ക് വേണ്ടി, താല്പര്യങ്ങൾക്ക് വേണ്ടി, പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഞാൻ പരിശുദ്ധാത്മാവിന്റെ പ്രബോധനത്തെ മറക്കുന്നതിന്റെ പേരാണ് മല്ലടിക്കുക. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം, കൃത്യം പരിശുദ്ധാത്മാവിന്റെ ഉപദേശം എന്താണെന്നറിയാം: സ്നേഹിക്കുക. ഇപ്പൊ ഒന്നാമത്തെ ജസ്റ്റ് ഒരു കാര്യം, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളിൽ ഒന്ന് സ്നേഹമാണ്, സന്തോഷമാണ്, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. അതിൽ സ്നേഹം മാത്രം എടുത്തേ. സ്നേഹം എല്ലാം സഹിക്കുന്നു, എല്ലാം ക്ഷമിക്കുന്നു, എല്ലാം പൊറുക്കുന്നു. 1 കൊരിന്ത്യർ 13 അധ്യായമാണ്. സ്നേഹം എല്ലാം സഹിക്കുന്നു, എല്ലാം സഹിക്കുന്നു. ആ വാക്കിൻ്റെ അകത്ത് എല്ലാം ഉണ്ട്. എല്ലാം സഹിക്കുന്നു, എല്ലാം ക്ഷമിക്കുന്നു, എല്ലാം പൊറുക്കുന്നു. സ്നേഹം അനുചിതമായി ഒന്നും ചിന്തിക്കുന്നില്ല, ഇത് നമുക്കറിയാം. എന്നിട്ടും എത്ര കഠിനമായിട്ടാണ് ജീവിത പങ്കാളിയെ പോലെ നമ്മൾ കുറ്റപ്പെടുത്തുന്നത്, എത്ര കഠിനമായിട്ടാണ് സഹോദരങ്ങൾക്കെതിരെ നിലപാടെടുക്കുന്നത്, എത്ര പെട്ടെന്നാണ് നമ്മൾ ക്ഷോഭിക്കുന്നത്. പരിശുദ്ധാത്മാവിനെതിരെ മല്ലടിക്കുക. അപ്പോസ്തലൻ പറഞ്ഞത്, പരിശുദ്ധാത്മാവിനെതിരെ നിങ്ങൾ മല്ലടിക്കരുത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടിക്ക് വചനം കൊടുക്കാൻ ഇടവന്നു. എന്നെ ഒത്തിരി സ്വാധീനിച്ചു. എന്നു പറഞ്ഞാൽ ആ വ്യക്തികളുടെ 2 പേരുടെയും ജീവിതം എന്നെ ഒത്തിരി സ്വാധീനിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് എന്നാന്ന് ചോദിച്ചാൽ, ഈ കെട്ടിയ ചെറുക്കൻ മാനസികമായി പ്രശ്നമുള്ള ചെറുക്കനാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അവൾക്ക് ഒരു കുഞ്ഞുണ്ടാകാനായിട്ട് സാധ്യതയില്ല എന്ന് അവൾ തിരിച്ചറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ ചെറുക്കനാവട്ടെ, ആ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ വലിയ ജീവനാണ്. അവരുടെ ജീവിതത്തിന് ഒരാശ്വാസം കിട്ടാൻ വേണ്ടി മാത്രം അവർ വചനം സ്വീകരിക്കാൻ വന്നതാണ്.
അപ്പൊ ഞാൻ ചോദിച്ചു, എത്ര വർഷമായി? 14 വർഷമായി. ഒരു പിതാവിന് ഒറ്റ മകളാണ്. അവൾക്ക് സ്വത്തുണ്ട്, അവൾക്കെല്ലാം ഉണ്ട്. അവൾക്ക് എപ്പ വേണേലും, അവൾക്ക് എന്നോ വർഷങ്ങൾക്ക് മുമ്പേ അവളുടെ അപ്പം പറഞ്ഞു, നിനക്ക് ഈ ബന്ധം വേണ്ടെന്ന് വെക്കാം. പക്ഷെ എന്റെ പ്രിയപ്പെട്ടവരെ, അവള് പറഞ്ഞൊരു വാക്കെന്നാന്നറിയോ? ഞാന് കുമ്പസാരിക്കാനായിട്ട്, എന്റെ കല്യാണത്തിന് ശേഷം ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം കുമ്പസാരിക്കാനായിട്ട് ഒരു പള്ളിയിൽ പോയി. പള്ളിയിൽ പോയി ഞാന് കരഞ്ഞ്, പപ്പ നിർബന്ധിക്കുന്നു, മറ്റുള്ളവർ നിർബന്ധിക്കുന്നു, എങ്ങനെയെങ്കിലും ഡൈവേഴ്സ് ആകണം എന്നൊക്കെ പറയുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത്, ഞാൻ കുമ്പസാരിക്കാൻ നിന്ന സമയത്ത് ആ അച്ഛനോട് കുമ്പസാരിച്ചപ്പോ, ആ അച്ഛൻ എനിക്ക് കുമ്പസാരത്തിന് ഒരു ഒരു ഉപദേശം തന്നു. അതിങ്ങനെയാണ്: യേശു പ്രാർത്ഥിച്ചു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങണമേ, എങ്കിലും എന്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ. മോളെ, പാനപാത്രം നീങ്ങണമെന്ന് നീ പറയുന്നുണ്ട്, എങ്കിലും പിതാവിന്റെ ഹിതം എന്താണെന്ന് നീ തിരിച്ചറിയണം. പൗള് ചോദിച്ചു, ഞാൻ എങ്ങനെ തിരിച്ചറിയും? അപ്പൊ ആ അച്ഛൻ പറഞ്ഞു കൊടുത്തു, ദൈവവചനത്തിലൂടെ നിന്നോട് ദൈവം സംസാരിക്കും, മുഖാന്തരങ്ങളിലൂടെ നിന്നോട് ദൈവം സംസാരിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, അവൾ എന്നോട് പറഞ്ഞ ഒരു ഭാഗം എന്നെ അതിശയിപ്പിച്ചു. അവളുടെ മനസ്സിൽ അതൊരു വലിയ ഒരു വചന നിക്ഷേപമായി മാറി. അവൾ ഇറങ്ങി വന്നപ്പോ, അവളെ കാറിൽ നോക്കിയിരുന്ന അവളുടെ ഈ ഭർത്താവ് അവളോട് പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ എന്നെ ഉപേക്ഷിച്ചിട്ട് പോകാം, നിനക്ക് വേണമെങ്കിൽ എന്നെ ഉപേക്ഷിച്ചിട്ട് പോകാം, പക്ഷേ എനിക്ക് നിന്നോടുള്ള സ്നേഹം ഒരിക്കലും മാറത്തില്ല. കഴിഞ്ഞ 14 വർഷമായി അവളെ അവളെ നയിക്കുന്ന ഒറ്റ വാക്കേ ഉള്ളൂ, എനിക്ക് നിന്നോടുള്ള സ്നേഹം അവസാനിക്കത്തില്ല കേട്ടോ, നീ പൊക്കോ, കുഴപ്പമൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, അവൾ എന്നോട് പറഞ്ഞു, അന്ന് മുതൽ ഇന്ന് വരെ എന്നെ ഒരു കൊച്ചിനെ നോക്കുന്നത് പോലെ നോക്കുന്നുണ്ട്. ആ മനുഷ്യന്റെ കുറവുകളൊന്നും എനിക്കൊരു കുറവല്ല. സത്യത്തിൽ ആ വചന സ്വീകരണം കഴിഞ്ഞിട്ട് അവര് പോയി. ഞാൻ ഓടിക്കേറിയത് മധുവായിക്കകത്താണ്. കാരണം പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് ഇടപെടാത്ത ഒരു മനുഷ്യൻ എങ്ങനെയാ ആ കുറവ് വേണ്ടെന്ന് വെക്കുന്നത്? എന്താടോ സ്നേഹം? സ്നേഹം എല്ലാം സഹിക്കുന്നു, എല്ലാം ക്ഷമിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, അനുചിതമായി ഒന്നും ചിന്തിക്കുന്നില്ല എന്ന് വചനം പറഞ്ഞു തരുമ്പോൾ, അത് പരിശുദ്ധാത്മാവിന്റെ പ്രബോധനമായി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കേണ്ട ഞാനും നിങ്ങളും അതിനെതിരെ യുദ്ധം ചെയ്യുക. അതിനാണ് പരിശുദ്ധാത്മാവിനെ മല്ലടിക്കുക എന്ന് പറയുക. അപ്പോ മാമോദീസയിലൂടെ നമുക്ക് ലഭിക്കപ്പെട്ട പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്യരുത്? വേദനിപ്പിക്കരുത്. പ്രിയപ്പെട്ടവരെ, പെട്ടെന്നൊന്ന് കാര്യം പറഞ്ഞു പോവാം. എന്താണ് ഈ പെന്തക്കോസ്തിയിലേക്ക് പോകുമ്പോൾ നമ്മൾ അറിയേണ്ടത്? ഒന്നാമത്തെ കാര്യം ഇതാണ്: എനിക്കൊരു നിത്യതയുണ്ടെന്നുള്ള ഉറപ്പ്, എനിക്കൊരു ദൈവമുണ്ടെന്നുള്ള ഉറപ്പ്. ആ അച്ചാരമാണ് പരിശുദ്ധ റൂഹ. ഈ യേശു തമ്പുരാൻ പോയപ്പോൾ പ്രത്യക്ഷമായി പെന്തക്കോസ്തിയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിയതിന്റെ കാരണം എനിക്ക് തന്ന ഉറപ്പാണത്. അപ്പോസ്തോലികമായി എനിക്ക് തന്ന ഏറ്റവും വലിയ കൃപയാണ് ഈ സഭയിൽ നിന്നുകൊണ്ട് അതിനെ മനസ്സിലാക്കാനായിട്ട്. അപ്പോസ്തലനായ പത്രോസ്ലീഹ പറയാണ്, ഞങ്ങൾ കണ്ടു. പൗലോസ്ലീഹ പറയണത് അവർ അനുഭവിച്ചു, പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു എന്ന് പൗലോസ്ലീഹ പറയാണ്. പത്രോസ്ലീഹ വ്യക്തമായിട്ട് പറയുകയാണ്. അപ്പോസ്തല പ്രവർത്തനം മുഴുവൻ വിവരിക്കുകയാണ്. എന്തിനാണ്? എനിക്കൊരു ദൈവമുണ്ടെന്നും എനിക്കൊരു നിത്യതയുണ്ടെന്നുമുള്ള ഉറപ്പ് പരിശുദ്ധാത്മാവിലൂടെ എനിക്ക് കിട്ടി. ഇനി ആ പരിശുദ്ധാത്മാവ് എന്നിലായി എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. ആ പരിശുദ്ധാത്മാവിനെ ഞാൻ എന്ത് ചെയ്യരുത്? വേദനിപ്പിക്കരുത്, നിർവീര്യമാക്കരുത്, വഞ്ചിക്കരുത്, പ്രിയപ്പെട്ടവരെ ദുഃഖിപ്പിക്കരുത്, പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കരുത്. ഇനി ഞാൻ ചെയ്യേണ്ട കാര്യം എന്താണ്? പരിശുദ്ധാത്മാവെ, എന്റെ കുഞ്ഞിലേക്ക്, എന്നിലേക്ക്, എന്റെ കുടുംബത്തിലേക്ക് വന്നു നിറയണമേ എന്ന് പ്രാർത്ഥിക്കണം. ഒറ്റ വചനം പറയാം. യോഹന്നാന്റെ സുവിശേഷം 7:37, 38 തിരുവചനം. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കിലേക്ക് കടന്നു വരട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവന്റെ ജലനദി ഒഴുകും. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എന്റെ അടുക്കൽ വരട്ടെ. ഞാൻ എന്റെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യും? അവന്റെ ഉള്ളിൽ നിന്ന് ജീവന്റെ ജലനദി ഞാൻ ഒഴുക്കും. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് പരിശുദ്ധാത്മാവിനെ എത്രയധികമായി നൽകും. നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് നേടാൻ എങ്ങനെ പറ്റും? തകർക്കപ്പെട്ടു പോകുന്ന ഈ തലമുറ എങ്ങനെ നേടാൻ പറ്റും? പ്രിയപ്പെട്ടവരെ, തളർന്നു പോകുന്ന യുവജന പ്രസ്ഥാനങ്ങളെ, ആത്മീക പ്രസ്ഥാനങ്ങളെ നമുക്ക് എങ്ങനെ ആത്മാവിൽ ജ്വലിപ്പിക്കാൻ പറ്റും? ഒറ്റ കാര്യമേ ഉള്ളൂ: പരിശുദ്ധാത്മാവ് ഇറങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കണം.
മക്കളുടെ പേര് പറഞ്ഞ് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു പ്രാർത്ഥിക്കണം. ത്രിയേക ദൈവമേ, തൃത്വത്തിൽ ഒരുവനായ പരിശുദ്ധ റൂഹായെ എന്റെ കുഞ്ഞിലേക്ക്, എന്റെ മോനിലേക്ക്, എന്റെ മോളുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങണേ. എന്റെ ഇടവകയുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങണേ. സഭയുടെ മേൽ പരിശുദ്ധാത്മാവെ അങ്ങ് നിറയണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ലഭിക്കപ്പെട്ട പരിശുദ്ധാത്മാവ് ജ്വലിക്കുന്നത് അങ്ങനെയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ കാരുണ്യം നമ്മുടെ മേലെല്ലാം ചൊരിയപ്പെടട്ടെ. ഈ നിമിഷങ്ങളിൽ നമുക്ക് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ശക്തമായി കടന്നു വരട്ടെ. ദൈവത്തിന്റെ കൃപ, വലിയ കൃപ, മാമോദീസയിലൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ നമുക്ക് പറ്റി. ഈ ശരീരത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ കൃപ ലോകം മുഴുവൻ നിറയേണ്ടതാണ്, കുടുംബത്തിൽ നിറയേണ്ടതാണ്. പക്ഷെ നമ്മൾ നിർവീര്യമാക്കി കളയുകയാണ്, വേദനിപ്പിക്കുകയാണ്, മല്ലടിക്കുകയാണ്. നമുക്ക് മാപ്പ് പറയാം. എന്നിട്ട് പരിശുദ്ധാത്മാവെ എന്നിൽ നിറയണമേ എന്ന് ആത്മാർത്ഥമായിട്ട് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, നിന്റെ ഉള്ളിൽ നീ നിറഞ്ഞിടണേ. പരിശുദ്ധാത്മാവേ, എന്റെ ഉള്ളിൽ നീ നിറഞ്ഞിടണേ. നിന്റെ കൃപയും നിന്റെ സ്നേഹവും എന്നിൽ നീ നിറച്ചിടണേ. നിന്റെ കൃപയും നിന്റെ സ്നേഹവും എന്നിൽ നീ നിറച്ചിടണേ. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറഞ്ഞിടണേ. സ്നേഹപിതാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ മാമോദീസയിലൂടെ വീണ്ടും ജനിപ്പിച്ച് പരിശുദ്ധാത്മാവെന്ന അച്ചാരം നൽകി യേശുക്രിസ്തുവിന്റെ ശരീരരക്തങ്ങളോട് നീ ഞങ്ങളെ സംയോജിപ്പിച്ചതോർത്ത് നന്ദി പറയുന്നു. ഈ പരിശുദ്ധ സഭയിൽ ജനിക്കുവാൻ ഞങ്ങൾക്കൊരു കൃപ തന്നതോർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ ശരീരം കൊണ്ടും ഹൃദയം കൊണ്ടും നിന്നിൽ നിന്ന് ഒത്തിരി ദൂരെ പോയ മനുഷ്യനാണ് ഞാൻ. സ്വന്തം ജീവിത പങ്കാളിയെ പോലും സ്നേഹിക്കാൻ പറ്റാത്ത, മാതാപിതാക്കളെ സ്നേഹിക്കാൻ പറ്റാത്ത, സഹോദരങ്ങളെ സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എൻ്റെ മനസ്സ് തകർന്നു. എനിക്ക് കിട്ടിയ തിക്താനുഭവങ്ങൾ, എനിക്ക് കിട്ടിയ മുറിവുകൾ എല്ലാം അതിനെന്നെ പ്രേരിപ്പിച്ചു. ഞാൻ എൻ്റെ ശരീരം കൊണ്ട് പാപത്തിന് വിട്ടുകൊടുത്തു. റോമ 6:15 പറയുന്ന പോലെ ഞാൻ അതിന്റെ അടിമയായി മാറി. എൻ്റെ ഹൃദയം മുഴുവൻ അശുദ്ധി കൊണ്ട് നിറഞ്ഞു. എൻ്റെ ഹൃദയത്തിൽ നല്ലത് ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ കാപട്യമായി. 2 കൊരിന്ത്യർ 4:4 അങ്ങ് പറഞ്ഞതുപോലെ എൻ്റെ ഹൃദയം എല്ലാം ഇരുണ്ടുപോയി. കർത്താവേ, ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, അങ്ങ് എന്നിൽ തന്ന പരിശുദ്ധാത്മാവിനെ എന്നിൽ ജ്വലിപ്പിക്കണമേ. എൻ്റെ ശരീരത്തെ അങ്ങ് വിശുദ്ധീകരിക്കണേ കർത്താവേ. ഹൃദയത്തെ നിർമ്മലമാക്കണമേ. അതിലൂടെ അങ്ങയുടെ അനന്ത സ്നേഹം, അനന്തമായ കൃപ ഞങ്ങളിൽ എല്ലാവരിലും നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവേ, ഈ മീറ്റിങ്ങിനായിട്ട് നന്ദി പറയട്ടെ. ഞങ്ങളുടെ അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ബാംഗ്ലൂർ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ വൈദികരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശ്രേഷ്ഠ ബാബായെ, മെത്രാപ്പോലിത്തന്മാരെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വൈദികരോടെ മേലെല്ലാം ദൈവത്തിന്റെ കരുണ ചൊരിയണമേ. പരിശുദ്ധാത്മാവിനെ ജ്വലിപ്പിച്ചുകൊണ്ട് ജീവിപ്പാൻ എല്ലാവരെയും സഹായിക്കണം. കർത്താവ്, ഈ മീറ്റിങ്ങിൽ കയറി ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണം. പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകണമേ. ആയത് ദൈവമാതാവായ പരിശുദ്ധ അമ്മയുടെയും സർവ്വവിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും മധ്യസ്ഥ പ്രാർത്ഥനകളാൽ തന്നെ ദൈവം സഹായിക്കട്ടെ. പ്രിയ ഹൈജോച്ചനോടും നിങ്ങൾ ഓരോരുത്തരോടുമുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. ബലഹീനനായ എന്നെയും കുടുംബത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം അപേക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം തന്നതിലുള്ള നന്ദി ഒരിക്കൽ കൂടെ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവനാമം മഹത്വം.